ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂസ് പാപ്പ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഹാപ്പിനെസ് എല്ലാവരും സ്പ്രെഡ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ദർ വിൽ ബി എ പോസിറ്റീവ് എനർജി ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ 23 ഓഗസ്റ്റ് വെള്ളിയാഴ്ചയിലെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുൻപ് 2-3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടാണ്. മെറ്റീരിയൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈസി കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായി ഏതെല്ലാം ടോപ്പിക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആ ഭാഗം മാത്രം കേൾക്കാനൊക്കെ ആയിട്ട് ഞാൻ ഓരോ വീഡിയോക്കും ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം സ്റ്റാമ്പ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ് മോട്ടിവേറ്റ്സ് മീ ടു ഡു മോർ. സോ വിത്ത് ദാറ്റ് ഐ എം ഗോയിങ് ടു ദ ഡിസ്കഷൻ. ഇന്നത്തെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ നമുക്ക് ബംഗ്ലാദേശ് ഫ്ലഡ്സ് നോട്ട് ഡ്യൂ ടു ത്രിപുര ഡാം എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇറക്കിയ ഒരു പത്രക്കുറിപ്പാണ്. കാരണം ബംഗ്ലാദേശിൽ ഒരു ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലഡിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ത്രിപുരയിലുള്ള ഒരു ഡാമാണ് അതിന് കാരണം എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. അപ്പോൾ അത് ഏത് ഡാമാണ്, അത് ഏത് റിവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതാണ് നമുക്കിതിൽ നിന്നും നോക്കേണ്ടത്. ആ ഡാം എന്ന് പറയുന്നത് ദുംബൂർ ഡാമാണ്. അത് ഗുംതി റിവറിലാണ് ത്രിപുരയിൽ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കിതിൽ നിന്ന് അറിയേണ്ടത് ആയിട്ടില്ല. ഇവിടെ ഒരു ഡാമും ഒരു റിവറും വാർത്തയിൽ വന്നു. ഇപ്പോൾ PSCക്ക് SSCക്ക് ഒക്കെ ആണെന്നെങ്കിൽ ആ റിവർ അറിഞ്ഞിരിക്കുക, ആ ഡാം ഏത് റിവറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഈ ഒരു ഡാം കാരണമാണ് ഇന്ത്യയുടെ ഈ ഒരു ഡാം കാരണമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ രണ്ട് രാജ്യങ്ങളും കൂടിയിട്ട് ഏകദേശം 54ഓളം നദികൾ ഈ രണ്ട് രാജ്യങ്ങളും കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ നമുക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. നോ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ഓൺ ബാറ്റിൽ ഫീൽഡ് സേസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. സോ ദിസ് ആർട്ടിക്കിൾ ഈസ് throwing some light on how India is taking a stand amidst the crisis which is happening across the world. അത് കേവലം റഷ്യ ഉക്രൈൻ എന്ന് മാത്രമല്ല, ഏത് രാജ്യങ്ങൾ തമ്മിലായാലും അവിടെ എന്താണ് ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, അത് മോഡിയിലൂടെ കൃത്യമായിട്ട് പറയുകയാണ്. മോഡി പറയുന്നത് ഒരിക്കലും ബാറ്റിൽ ഫീൽഡിലൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല, നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ വേണ്ടത് സമാധാനവും സ്ഥിരതയും ഡിപ്ലോമസിയിലൂടെ കൊണ്ടുവരികയാണ് വേണ്ടത്. ഈ ഒരു ആർട്ടിക്കിൾ ആസ്പദമായിട്ടുള്ളത് ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോളണ്ടിലേക്ക് വിസിറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നമ്മുടെ ഈ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കേവലം ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ നിന്നൊരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കേവലം ട്രേഡ് അങ്ങനെ 2-3 മേഖലകളിൽ മാത്രം ഉള്ളൊരു ബന്ധത്തെ ഒരുപാട് മേഖലകളിലേക്ക് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ്, ഇന്ത്യയുടെ ഈ ഗ്ലോബൽ ലെവലിൽ വരുന്ന ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ വിസിറ്റുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ് ഒന്ന്, പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ബാറ്റിൽ ഫീൽഡിലൂടെ നമുക്കൊന്നും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 2, ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കേവലം ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ നിന്നും കേവലം 2-3 മേഖലകളിൽ മാത്രം കോപ്പറേഷൻ ചെയ്യുന്നതിൽ നിന്ന് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. ഗ്ലോബൽ കോൺഫ്ലിക്റ്റിൽ 2 പേരും കൂടിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ജസ്റ്റ് ആൻഡ് ലാസ്റ്റിംഗ് പീസ് എന്ന് പറയുന്ന അവർ ദേ കോൾഡ് ഫോർ ദാറ്റ്. ആൻഡ് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടർ പ്രകാരമുള്ള ഇൻ്റർനാഷണൽ ലോ അനുസരിക്കുകയും അതേപോലെ സോവറിനിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ഏത് രാജ്യമാണെങ്കിലും അവരുടെ സോവറിനിറ്റിയും അതുപോലെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും ബഹുമാനിക്കണമെന്നും പറഞ്ഞു. പിന്നീട് ഈ ഉക്രൈൻ വാർ ഒരു വലിയ ഗ്ലോബൽ ഫുഡ് ക്രൈസിസും എനർജി ക്രൈസിസും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതും 2 രാജ്യങ്ങളും തമ്മിൽ എടുത്തൊരു സ്റ്റാൻഡാണ്. പിന്നീട്
അപ്പോൾ ഈ ആർട്ടിക്കിളിൽ ഇവിടെ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഡിസ്കഷൻസ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ നൗ വി ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ. IIA, that is Indian Institute of Astrophysics, novel way to explore the sun's secrets by studying solar magnetic field. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ആസ്ട്രോണമേഴ്സ് അവരൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സണ്ണിൻ്റെ സീക്രട്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ആൻഡ് എക്സാമിനിങ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ സോളാർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ വാർത്ത പ്രിലിംസിൽ നമുക്ക് ജനറൽ സയൻസ് പെർസ്പെക്റ്റീവിലാണ് നമുക്കത് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റാം. ഇനി എന്താണ് ഇതിൻ്റെ ഈ ഒരു റിസർച്ച് മെത്തേഡിൻ്റെ പ്രധാനമായ ഉദ്ദേശമെന്ന് പറയുന്നത് സൺസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് സോളാർ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുന്നതിലൂടെ ഈ കൊറോണൽ ഹീറ്റിംഗ് പ്രോബ്ലം, സണ്ണിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുന്ന ഹീറ്റിംഗ് പ്രോബ്ലത്തെക്കുറിച്ചും സോളാർ വിൻഡിൻ്റെ ജനറേഷനെ കുറിച്ചും പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. പിന്നീട് സ്റ്റഡി ഓഫ് ആൻ ആക്റ്റീവ് റീജിയൻ ഓൺ ദ സണ്ണിൻ്റെ ആക്റ്റീവ് റീജിയനെ കുറിച്ച് പഠിക്കുക, അത് സൺസ്പോട്ട് എന്ന് പറയും. അതിനെക്കുറിച്ച് പഠിക്കുന്നത് വഴി കൃത്യമായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ, മോഡീസ് ഉക്രൈൻ വിസിറ്റ് ലൈക്ലി ടു എക്സ്പ്ലോർ ഡീപ്പർ ടൈസ് ഇൻ ഡിഫൻസ് മാനുഫാക്ചറിങ്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉക്രൈൻ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയും ഉക്രൈനും തമ്മിൽ വലിയൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ. അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ മിലിറ്ററി എക്യുപ്മെൻറ്റിൽ ഉക്രൈൻ്റെ മിലിറ്ററി എക്യുപ്മെൻറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സപ്ലൈ ചലഞ്ചസ്, ഈ ഉക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റിൻ്റെ സപ്ലൈയിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക്കലി നമ്മളിതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. ദെൻ ഇന്ത്യൻ ആർമി ആണെങ്കിൽ ആർമിയുടെ എയർ ഡിഫൻസ്, ആർമർ ആൻഡ് ആർട്ടിലറി ഇതിലൊക്കെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. എയർഫോഴ്സിൻ്റേതാണെങ്കിൽ AN-32 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് മോഡേണൈസ് ചെയ്യുന്നതിൽ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനെല്ലാം നമ്മൾ സഹായങ്ങൾ ഉക്രൈൻ്റെ കയ്യിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലും നമുക്ക് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാറ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് കാരണം പ്രത്യേകിച്ച് ഉക്രൈനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല സഹായങ്ങളും പല സഹകരണങ്ങളും യുദ്ധം കാരണം ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ്. മറ്റൊന്ന് പോളണ്ടുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഇന്ത്യ പോളണ്ട് ഫോർമുലേറ്റ് ആക്ഷൻ പ്ലാൻ അപ്ഗ്രേഡ് ടൈസ് ടു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. അപ്പോൾ ഇവിടെ ഈ ആർട്ടിക്കിളിൽ ഞാൻ പറഞ്ഞു ഇന്ത്യയും പോളണ്ടും തമ്മിലുണ്ടായിരുന്ന ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ നിന്ന്. അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കേവലം 1-2 മേഖലകൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ട്രേഡ് പോലെ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക്, കൂടുതൽ മേഖലകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പോളണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പോളണ്ടിന് ഏറ്റവും നല്ല ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയും റിന്യൂവബിൾ എനർജിയും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അപ്പോൾ ആ മേഖലയിലും നമുക്ക് കൊളാബറേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിസിറ്റിൽ പ്രധാനമായിട്ടും നമ്മുടെ പാർട്ണർഷിപ്പ് ഒരു സ്വഭാവം, അതിൻ്റെ നാച്ചുറൽ ഒരു സ്ട്രാറ്റജിക്കിൽ നിന്നും ഒരു ബൈലാറ്ററിൽ നിന്നും നമ്മൾ സ്ട്രാറ്റജിക്കിലേക്ക് നീങ്ങി. പിന്നീട് ഒരു 5-year ആക്ഷൻ പ്ലാൻ നമ്മൾ പോളണ്ടുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡയലോഗ്, സെക്യൂരിറ്റി കോർപ്പറേഷൻ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലൈമറ്റ് ആൻഡ് എനർജി, മൈനിങ്, സയൻസ് ടെക്നോളജി, ട്രാൻസ്പോർട്ട് ആൻഡ് കണക്ടിവിറ്റി, കൗണ്ടർ ടെററിസം ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് കൾച്ചറൽ കോപ്പറേഷൻ, ഇതിലൊക്കെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വിസിറ്റ് നമുക്കറിയാം 40 വർഷത്തിന് ശേഷമാണ് ഒരു പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസുകളും ഈ മീറ്റിങ്ങിൽ ജാം സാഹിബ് ഓഫ് നവാബ് നഗർ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. നമുക്കറിയാം ആരാണ് ഈ നവാബ് നഗർ എന്ന് പറയുന്ന വ്യക്തി. വേൾഡ് വാർ 2 സമയത്ത് പോളണ്ടിലെ വിദ്യാർത്ഥികൾക്ക് അഭയം കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ട് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് സംവിധാനവും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നു. അതുവഴി ഒരു പീപ്പിൾ ടു പീപ്പിൾ ടൈസ് എല്ലാ വർഷവും 20 യങ് പോളണ്ട് സിറ്റിസൺസ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനും കൂടി മീറ്റിങ്ങിൽ ഒരു കാരണമായിരിക്കുകയാണ്.
അടുത്ത ഒരു ആർട്ടിക്കിൾ, ഒപ്പോസിഷൻ മെമ്പേഴ്സ് റൈസ് ആൻ അറേ ഓഫ് ഒബ്ജക്ഷൻസ് ടു വഖഫ് അമെൻമെൻറ്റ് ബിൽ. ഇത് നമുക്ക് സിലബസിൽ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സെക്ടർ എന്ന് പറയുന്ന ആർട്ടിക്കിളിലേക്കാണ് UPSC ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് വിവാദമാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു വലിയ അധികാരം നൽകുന്നു എന്നുള്ളതാണ്. മറ്റുള്ള മതങ്ങളിൽ നിന്നും വരെ ഈ വഖഫ് ബോർഡിലേക്ക് മെമ്പർമാരെ കൊണ്ടുവരിക, മാത്രമല്ല ഇത്രയും കാലം ഇല്ലാതിരുന്ന വിമൻ റെപ്രസെൻറ്റേഷനും കൂടി കൊണ്ടുവരിക. അപ്പോൾ വിമൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്നതും മറ്റ് റിലീജിയനിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നതെല്ലാം ഇൻക്ലൂസീവായൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് പല പാർട്ടികളും പറയുന്നത് ഇതൊരു മൈനോറിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ ആ മൈനോറിറ്റി മാറ്ററിലേക്ക് ഇത്തരത്തിൽ ഡിസ്ട്രിക്ട് കളക്ടറെയും അന്യ മതസ്ഥരിൽ നിന്ന് കൊണ്ടുവരികയും അതേപോലെ തന്നെ വിമൻ റെപ്രസെൻറ്റേഷനൊക്കെ ഉറപ്പുവരുത്തുന്നു, അവരുടെ റിലീജിയസ് പ്രിൻസിപ്പിളിന് കോട്ടം വരുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻക്ലൂസിവിറ്റി. ഓക്കെ, സോ അതാണ്. അപ്പോൾ അടുത്തൊരു ആർട്ടിക്കിൾ, സെൻറ്റർ വിൽ എസ്റ്റാബ്ലിഷ് ഫെസിലിറ്റീസ് ഫോർ മീഡിയ ക്രിയേറ്റേഴ്സ് സേസ് മിനിസ്റ്റർ. അപ്പോൾ ഡിജിറ്റൽ ഇക്കോണമിയെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇക്കോണമി എന്ന് പറയുന്നൊരു സംവിധാനം എന്താണ്? ഡിജിറ്റൽ ഇക്കോണമി നമ്മളിന്ന് കാണുന്ന യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് ആവശ്യമായ മെസ്സേജുകൾ എത്തിക്കുക, ഒപ്പം തന്നെ അതൊരു ഇക്കോണമി ആയിട്ട് മാറുന്നുണ്ട്, ആളുകൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മളൊരു ക്രിയേറ്റർ ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, ആൾക്കാർക്ക് ഇൻകം ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊരു പാരലൽ ഇക്കോണമി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാ സപ്പോർട്ടുകളും ചെയ്യുമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ആർട്ടിക്കിൾ, NDMA ടു മോണിറ്റർ 189 ഹൈ റിസ്ക് ഗ്ലേഷ്യൽ ലേക്സ് ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വാർത്തയാണ്. ഇവിടെ നമുക്ക് എന്താണ് NDMA, അതേപോലെ തന്നെ എന്താണ് ഈ ഗ്ലേഷ്യൽ ലേക്ക്, ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഇതിൽ എന്താണ് NDMA, ഇതാണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ് ഗ്ലേഷ്യൽ ലേക്ക്, എന്താണ് NDMA. അപ്പോൾ ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലേക്ക് ഓഫ് ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ. പക്ഷേ അത് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ലാർജ് വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഗ്ലേഷ്യൽ കാൾവിങ്, രണ്ട് അവലഞ്ചസ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക. അതായത് ഗ്ലേഷ്യേഴ്സിൽ നിന്നും ചില ചങ്കുകൾ ബ്രേക്ക് ചെയ്ത് ലേക്കിലേക്ക് വീഴുമ്പോൾ ഒന്ന് അത് കാരണം, രണ്ട് ലാൻഡ് സ്ലൈഡ്. ഓക്കെ, രണ്ട് നമുക്ക് നോക്കേണ്ടത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1999 ഒരു റെക്കമെൻഡേഷൻ വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കണമെന്ന്. 2001 ഗുജറാത്തിലെ വലിയ ഭൂമികുലുക്കത്തിന് ശേഷം ഒരു നാഷണൽ കമ്മിറ്റി ഉണ്ടാക്കി. പിന്നീട് 2005 സുനാമിക്ക് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വന്നു. പിന്നീട് 2005 തന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് 2006 NDMA ഫോർമലി നോട്ടിഫൈ ചെയ്തു. ഇനി ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? ഇത് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് അത് വരുന്നത്. ഒരിക്കലും അത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റിൻ്റെ കീഴിലോ മറ്റോ അല്ല. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്? ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മെമ്പർമാർ. ഏകദേശം 9 മെമ്പർമാരാണ്. ആൻഡ് ഇവരെല്ലാവരും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് റാങ്കിൽ ഇരിക്കുന്നവരായിരിക്കും. ആൻഡ് ഇതിൻ്റെ ചെയർപേഴ്സൺ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടൊരു ബോഡിയാണ്. ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, പ്ലാനുകൾ അപ്രൂവ് ചെയ്യുക, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, ഫണ്ടിങ്, ഇൻ്റർനാഷണൽ സപ്പോർട്ട്, കപ്പാസിറ്റി ബിൽഡിംഗ്, റിലീഫ് റെക്കമെൻഡേഷൻസ്, ദെൻ സൂപ്രണ്ടൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ. അപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എന്താണ് NDMA, അതേപോലെ തന്നെ എന്താണ് ഗ്ലേഷ്യൽ ലേക്ക്, അതിൻ്റെ കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. അടുത്തൊരു ആർട്ടിക്കിൾ, സെൻറ്റർ സ്റ്റേറ്റ്സ് ഡിസ്കസ് ന്യൂ മെക്കാനിസം ഫോർ ഗ്യാതറിംഗ് ക്രോപ്പ് ഡാറ്റ. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വാർത്തയായതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കൃത്യമായിട്ട് ആക്യുറസി, റിലയബിലിറ്റി, ട്രാൻസ്പെറൻസി അഗ്രികൾച്ചർ ഡാറ്റയിൽ ഇതെല്ലാം കൊണ്ടുവരിക. ഇതിലൂടെ അഗ്രികൾച്ചർ മേഖലയിലെ പോളിസി മേക്കിങ്ങും പ്ലാനിങ്ങും സുഗമമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്.
കാരണം ഡാറ്റയുടെ നോൺ അവൈലബിലിറ്റി വലിയ രീതിയിൽ അഗ്രികൾച്ചർ മേഖലയിലുള്ള ഡിസിഷൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അടുത്തൊരു ആർട്ടിക്കിൾ, വെൻ സ്വെൽട്ടറിങ് ഹീറ്റ് ടേൺസ് പബ്ലിക് ഹോസ്പിറ്റൽസ് ഇൻ ടു പൊട്ടൻഷ്യൽ ഡെത്ത് ട്രാപ്പ്. ഇന്ത്യയിൽ ഹീറ്റ് വേവ് കാരണം ഉണ്ടായിട്ടുള്ള ഹോസ്പിറ്റലുകളിലെ ബേർഡനിങ്ങും അത് എത്രമാത്രം ആളുകളുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹീറ്റ് വേവ് എല്ലാ മേഖലയിലുള്ള ആളുകളെയും ബാധിച്ചിട്ടുണ്ട്. വിമൻ ആവട്ടെ, ചിൽഡ്രൻ ആവട്ടെ, ഓൾഡ് ഏജ് ആവട്ടെ, ഇനി എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവരാവട്ടെ, അതിൽ കൂടുതലും ഇത് ബാധിച്ചിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവരെയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇവിടെ വലിയ രീതിയിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറും സംഭവിക്കുന്നുണ്ട്. ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇത്തരത്തിൽ ഹോസ്പിറ്റലുകൾ ഫ്ലഡ് ചെയ്യുമ്പോൾ ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു കാരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ പറയുന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നുമുണ്ട്. ഇനി അടുത്തത്, നമ്മുടെ ത്രിപുരയിൽ ഒരു വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ കേസ് വന്നു. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ ഇതൊരു വൈൽഡ് പോളിയോ കേസ് അല്ല, വാക്സിനിൽ നിന്ന് വന്നിട്ടുള്ള മ്യൂട്ടേഷൻ കാരണമുണ്ടായിട്ടുള്ള പോളിയോ അപകടമാണ് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആർട്ടിക്കിൾ, ബിൽഡിംഗ് ഓൺ ഫേവറബിൾ ചേഞ്ച് ഇൻ ദ 2024 വഖഫ് ബിൽ. വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഇതിൽ കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസപരമായ കാര്യങ്ങളിലും അതിനെതിരെ നിൽക്കുന്ന ചില കാര്യങ്ങളിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഡിസ്ട്രിക്ട് കളക്ടർക്ക് വലിയ അധികാരം കൊടുക്കുകയും മറ്റ് മതങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു അമെൻമെൻറ്റ് വന്നുകൊണ്ടാണ് ഇത് ഇത്രയും വിമർശിക്കപ്പെടുന്നത്. അടുത്തൊരു ആർട്ടിക്കിൾ, ഡെത്ത് അറ്റ് വർക്ക് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അതായത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ കുറവ് എത്രത്തോളം നമ്മുടെ രാജ്യത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ഒരു കാരണമായിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ഗവൺമെൻറ്റുകൾ മറ്റുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഫോറിൻ ഇൻഡസ്ട്രീസിനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല റെഗുലേഷൻസിലും കുറവ് വരുത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ റെഗുലേഷൻസിൽ കുറവ് വരുത്തുന്നതാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലെല്ലാം പ്രധാനമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻസ് കുറവ് വരുത്തുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻസ് കുറവ് വരുത്തുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ റൂൾസും റെഗുലേഷൻസും എല്ലാം തെറ്റിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ, ഇൻട്രിഗ്യൂയിങ് സൈലൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇതും പോളിയോ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു പോളിയോ റിലേറ്റഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്, അല്ലാതെ വൈൽഡ് പോളിയോ കേസ് അല്ല. ആൻഡ് അടുത്ത ഒരു ആർട്ടിക്കിൾ, ഡു വി നീഡ് എ സെൻട്രൽ ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ WHO ഒരു റെക്കമെൻഡേഷൻ ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. WHO പറയുന്നത് അറ്റ്ലീസ്റ്റ് 6% ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് മേഖലയിലേക്ക് സ്പെൻഡ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇന്ത്യയിൽ വെറും 2% മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന്. അടുത്തൊരു ആർട്ടിക്കിൾ, ലുക്ക് അറ്റ് ഓൺ ഗോയിങ് ഇന്ത്യൻ സ്പേസ് മിഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന സ്പേസ് മിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും SSC PSC പരീക്ഷ എഴുതുന്നൊക്കെ കുട്ടികളൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓരോ മിഷൻസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആദിത്യ L1 മിഷൻ, സ്റ്റഡി ദ സൺ, ഗഗൻയാൻ TVD1 മിഷൻ, ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഒന്ന് എക്സ്പോസാറ്റ് മിഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഇസ് എ കൈൻഡ് ഓഫ് സെക്കൻഡ് മിഷൻ. നാസയുടെ ഇമേജിംഗ് എക്സ്റേ പോളറിമീറ്ററി എക്സ്പ്ലോററിന് ശേഷമുള്ള സെക്കൻഡ് സച്ച് മിഷനാണ്. എക്സ്റേ പോളറൈസേഷൻ, സെലസ്റ്റിയൽ ബോഡീസിൽ നിന്നുള്ള എക്സ്റേ പോളറൈസേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ. പിന്നീട് ഇൻസാറ്റ് 3DS മിഷൻ. ഈ ഓരോ മിഷൻസും പഠിക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിക്കുക. ഇത് GSLV ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻസാറ്റ് 3DS മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? റിലയബിലിറ്റി ഓഫ് GSLVയുടെ റിലയബിലിറ്റി കൂട്ടാനും ഫ്യൂച്ചർ മിഷൻസിന് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന മിഷൻ. ദെൻ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ.
പിന്നീട് ISROയുടെ ഫ്യൂച്ചർ പ്രോഗ്രാമുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം. അതിൽ ആരൊക്കെയാണ് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നത് എന്ന് പ്രൈം മിനിസ്റ്റർ കുറച്ച് മുമ്പാണ് അനൗൺസ് ചെയ്തത്. വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല, നമ്മുടെ മലയാളി പ്രശാന്ത് നായരുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 ആകുമ്പോഴേക്കും ഇന്ത്യൻ സ്പേസ് സ്റ്റേഷനിൽ ബിൽഡ് ചെയ്യാനും നമ്മളുടെ ഫ്യൂച്ചർ ഉദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റുകളാണ് ISRO കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തത് എന്നുള്ളതാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിന് സാഹചര്യം കൊടുക്കുന്ന നീക്കങ്ങളും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. അഗ്നികുൽ കോസ്മോസ്, സ്കൈ റൂട്ട് എയ്റോസ്പേസ്, അതുപോലെ ധ്രുവ സ്പേസ് തുടങ്ങിയ കമ്പനികൾക്കും ഇന്ത്യൻ സ്പേസ് മേഖലയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അമെൻഡ് ചെയ്തുകൊണ്ട് 100% ഡയറക്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പേസ് ആക്ടിവിറ്റിയിൽ കൊണ്ടുവന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ദെൻ ഷിഫ്റ്റ് ഇൻ ഇൻഫ്ലേഷൻ ഗോൾ ക്യാൻ ട്രിപ്പ് ഇക്കണോമിക് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന അടുത്തൊരു ആർട്ടിക്കിൾ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ ഫുഡിൻ്റെ ഇൻഫ്ലേഷൻ നമ്മൾ കണക്കാക്കില്ല, പക്ഷേ ഫുഡ് ഇൻഫ്ലേഷനിൽ അത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 4% ടാർഗറ്റിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ നേരിടുന്നത് എന്നാണ് RBI പറയുന്നത്. പിന്നീട് ഒരു ആർട്ടിക്കിൾ, ഇത് PSC SSC പരീക്ഷകൾക്ക് ഒരു 1 ലൈൻ ഇൻഫോർമേഷൻ മതി. അതായത് ആദ്യമായിട്ട് ഏഷ്യയിൽ എംപോക്സ് സ്ട്രെയിൻ എവിടെയാണ് കൺഫേം ചെയ്തത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എവിടെയാണ് ഇത് കൺഫേം ചെയ്തത്? തായ്ലൻഡിലാണ്. ദെൻ അടുത്തൊരു ആർട്ടിക്കിൾ, മോഡീസ് അറ്റംപ്റ്റ്സ് എ ട്രിക്കി ബാലൻസ് ഇൻ കീ വെസ് US റഷ്യ വാച്ച് ക്ലോസ്ലി. റഷ്യയിൽ മോഡി പോകുന്നു, അതിനുശേഷം US എല്ലാം റഷ്യയെ വിമർശിക്കുന്നു. പിന്നീട് ഉക്രൈനിലേക്ക് വിസിറ്റ് ചെയ്യുന്നു. ഉക്രൈനിൽ പോയിട്ട് അവിടെയും വലിയ പദ്ധതികൾ, ഇന്ത്യയുമായുള്ള പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം റഷ്യയിലേക്ക് തന്നെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ശക്തമായ ബാലൻസിങ് അപ്രോച്ചിനെയാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. പല രാജ്യങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇവൻ സ്വിറ്റ്സർലാൻഡിൻ്റെ പീസ് സമ്മിറ്റിൽ വരെ ഇവിടെ സമാധാനം കൊണ്ടുവരാനും രണ്ട് കൂട്ടരോടും ഒരുപോലെ സംസാരിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. അവിടെയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നതും രണ്ടുപേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നതും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. നിങ്ങൾക്ക് സിവിൽ സർവീസുമായിട്ടും അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ ഈ ഇമെയിലിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളത്തെ ന്യൂസ് പേപ്പറിലെ ഡിസ്കഷൻസുമായിട്ട് കാണാം. ഈ PDF നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ തന്നിരിക്കുന്ന ഫസ്റ്റ് കമൻറ്റിൽ തന്നിരിക്കുന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കിട്ടുന്നതായിരിക്കും. സോ മീറ്റ് യു ടുമാറോ. Bye bye, and this is me signing out. Bye bye. Happy learning.